എക്സിറ്റ് പോൾ റിസൾട്ടുകളെല്ലാം വന്നു കഴിഞ്ഞു. UDF 70 മുതൽ 85 സീറ്റ് വരെ നേടിക്കൊണ്ട് ഭരിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടോ 75 സീറ്റോ അതിൽ താഴെയോ നേടിയാൽ UDF 2011 പോലെ ഭരിക്കാൻ കഴിയുമെന്ന്? ഞാൻ ഒട്ടും തന്നെ കരുതുന്നില്ല. അതിന് കാരണമുണ്ട്. UDF 72, LDF 65, BJP 3 എന്നാണ് സ്ഥിതി എന്ന് കരുതുക. 2011 അല്ല 2026. 2011 ഈ രണ്ട് പാർട്ടികളും തമ്മിൽ മാത്രമേ വോട്ട് മാറൽ നടന്നിരുന്നുള്ളൂ. അതായത് LDF ഉണ്ടാകുന്ന വോട്ട് മാറുകയാണെങ്കിൽ UDFിലേക്ക്, UDFിൽ ഉണ്ടാകുന്ന വോട്ട് മാറുകയാണെങ്കിൽ LDFിലേക്ക്. എന്നാൽ ഇന്ന് അന്നല്ല സ്ഥിതി. എല്ലാ പോളുകളും അസന്നിഗ്ധമായി പറയുന്നു BJP ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇവിടെ വന്നു കഴിഞ്ഞുവെന്ന്. 2 മുതൽ 3, 1 മുതൽ 5 എന്നിവയാണ് കണക്കുകളെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഒരു പുതിയ ശക്തി വരികയാണെങ്കിൽ അധികാരത്തിലില്ലാത്ത പാർട്ടിയിൽ നിന്ന് അണികളുടെ ഒഴുക്ക് പുതിയ പാർട്ടിയിലേക്ക് വരാൻ സാധ്യത കൂടുതലാണ്. 2011 സ്ഥിതി ഇതായിരുന്നില്ല. 72 സീറ്റേ ഉണ്ടായിരുന്നുവെങ്കിലും അച്യുതാനന്ദനാകും ചീഫ് മിനിസ്റ്റർ എന്ന് വന്നപ്പോൾ പാർട്ടി അധികാരം വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല മാണി ഗ്രൂപ്പിനെ തങ്ങളുടെ പാളയത്തിലെത്തിക്കാനും അധികാരം നേടാനും. എന്നാൽ അച്യുതാനന്ദന്റെ കീഴിൽ ഭരണം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു പാർട്ടി. എന്നാൽ 2011 അല്ല, വീണ്ടും ഞാൻ പറയുന്നു 2026. ഇനി ഒരു പക്ഷേ അധികാരത്തിൽ നിന്ന് മാറി നിന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാമാവശേഷമായി പോകാൻ സാധ്യതയുണ്ട്. ബംഗാളിൽ ഭരണത്തിലില്ല, സിക്കിമിൽ ഭരണത്തിലില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി ഫണ്ടുകൾ കിട്ടാൻ തന്നെ യാതൊരു സാധ്യതയുമില്ല. ഇത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടല്ല സംഭവിക്കുന്നത്. ഗോവയിൽ 2017 എന്താണ് ഉണ്ടായത്? ലാർജസ്റ്റ് സിംഗിൾ പാർട്ടിയായിട്ട് കോൺഗ്രസ് വരുന്നു. എന്നാൽ മനോഹർ പരീക്കറിനെ ഒരു രാത്രി കൊണ്ട് അവിടെ ഇറക്കി 13 സീറ്റ് മാത്രമുള്ള BJP ഗോവ ഫോർവേഡ് പാർട്ടിയുടെ സഹായത്തോടു കൂടി അധികാരം പിടിച്ചെടുക്കുന്നു. 2017 മണിപ്പൂരിൽ ഇത് തന്നെ ഉണ്ടാകുന്നു. കോൺഗ്രസ് 28, BJP 21. ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി BJP അല്ലായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു. എന്നാലും നജ്മ ഹെപ്തുള്ള BJP അധികാരത്തിൽ പിടിച്ചു. NPP, NFP, LJP എന്നീ പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി മണിപ്പൂരിൽ അധികാരത്തിൽ വന്നിരുന്നു. സമയം ഇത്രയായി. അതോടുകൂടെ കോൺഗ്രസും അതിൻ്റെ പാഠം പഠിച്ചു. 2018 കർണാടക ഇലക്ഷൻ നടക്കുന്നു. കുമാരസ്വാമി ആണ് അന്ന് അവിടെ ചീഫ് മിനിസ്റ്റർ ആയത്. ലാർജസ്റ്റ് സിംഗിൾ പാർട്ടി ആരായിരുന്നു? BJP. എന്നാൽ അധികാരത്തിലെത്തിയതോ അൺകണ്ടീഷണൽ സപ്പോർട്ടോടുകൂടെ JDS ചീഫ് മിനിസ്റ്ററായി JD കുമാരസ്വാമി. മഹാരാഷ്ട്രയിൽ മറ്റൊന്നല്ല സംഭവിച്ചത്. ഉദ്ധവ് താക്കറെ തങ്ങൾക്ക് ആദ്യത്തെ 2.5 വർഷത്തെ ടേം വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ ലാർജസ്റ്റ് സിംഗിൾ പാർട്ടിയായിട്ടുള്ള BJP അത് നിഷേധിച്ചു. എന്നാൽ ഒരുമിച്ച് സഖ്യത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരുന്ന ശിവസേനയും BJPയും തമ്മിൽ തെറ്റുകയും ഉദ്ധവ് പാർട്ടി, NCP, കോൺഗ്രസ് എന്നിവരുടെ അലയൻസോടുകൂടി അധികാരം പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത്. 72 സീറ്റ് ആയാൽ CPM തോറ്റു എന്ന് നമ്മൾ കരുതരുത്. കാരണം അവർ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കാം. UDF എന്നത് ഒരു സിംഗിൾ പാർട്ടിയല്ല. അതിൽ ജോസഫ് ഗ്രൂപ്പ് 8 സീറ്റോളം മത്സരിക്കുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റുണ്ട്. RSPക്ക് സീറ്റുണ്ട്. ഇതിലെ ജോസഫ് ഗ്രൂപ്പിന് ഏതാനും സീറ്റുകൾ കിട്ടുകയാണെങ്കിൽ 65 സീറ്റേ ഉള്ളൂ LDFന് എന്ന് വന്നാലും. ഒരുപക്ഷെ ജോസഫ് വിഭാഗം ഇപ്പുറത്തോട്ട് ചാടിയാൽ തീർച്ചയായിട്ടും LDFനും പിണറായി വിജയനും വീണ്ടും ഭരിക്കാവുന്നതാണ്. RSP ഓൾറെഡി മുന്നേ തന്നെ പാർട്ടി LDFിലുണ്ടായിരുന്നതാണ്. അവർക്കൊരു തിരിച്ചുപോക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യമാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് DICK ഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം നിലനിന്നിരുന്ന പാർട്ടിയാണ്. അവർക്കും തിരിച്ചു പോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിന് ഒരു 75 or 76 സീറ്റിന് മുകളിൽ മെജോറിറ്റി ഉണ്ടായാൽ മാത്രമേ കംഫർട്ടബിളായി ഭരിക്കാൻ കഴിയൂ. 72 സീറ്റുമായി ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ച പോലെ ഭരിക്കാം എന്ന് കരുതരുത്. കാരണം ഇത്തവണ പാർട്ടിയുടെ സപ്പോർട്ടില്ല. പാർട്ടിയും ഗവൺമെൻറ്റും എല്ലാം ഒരേ ഒരാളുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും അധികാരം പിടിക്കാവുന്ന ഒരു സ്ഥിതി കേരളത്തിലും മറ്റൊരു സംസ്ഥാനങ്ങളിലെ പോലെ ഉണ്ടാവുകയാണ്. അങ്ങനെ ഉണ്ടായാൽ അവർക്ക് 65 സീറ്റ് മതിയാവും. ഒരു 3 സീറ്റ് BJP നേടുകയാണെങ്കിൽ അവർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ 69 സീറ്റ് മാത്രം മതി LDFന് ജയിക്കാൻ. 68 സീറ്റ് UDFനുമാവും. അങ്ങനെ വരുമ്പോൾ തുടർന്ന് IUML പോലെയുള്ള വലിയ പാർട്ടികൾ കൂടെ ഒരു പക്ഷേ ഇടതുപക്ഷത്തേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്. 1.5 വർഷം മൈനോറിറ്റിയായി ഗവൺമെൻറ് തുടർന്നു കഴിഞ്ഞാലും തുടർന്ന് മറ്റു പാർട്ടികൾ ഇതിലേക്ക് വരികയും ഗവൺമെൻറ് LDFിൻ്റെ നേതൃത്വത്തിൽ തന്നെ തുടരുകയും ചെയ്യും. ഇത് സംഭാവ്യമല്ല. കേരളം പ്രത്യേകത രാജ്യമാണ് എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. കേരളം ഇന്ത്യയിലെ പോലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ ഒരു പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനം മാത്രമാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങൾ സംഭാവ്യമാണ്.
മുൻപേയും ഒരു കാസ്റ്റിംഗ് വോട്ടിൻ്റെ ബലത്തിൽ ഒരു മന്ത്രിസഭ തന്നെ ഇവിടെ നിലനിന്നുണ്ടെന്ന് ഓർക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിനുള്ള സാധ്യത തള്ളിക്കളയരുത്. ഇതിനുള്ള സാധ്യത വളരെയധികം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.